ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് LDCയുടെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെയും IT സെക്ഷൻ, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നോക്കാം. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ്? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ട്രാൻസ്മിഷൻ മീഡിയ നമുക്ക് ഗൈഡഡ് മീഡിയ, അൺഗൈഡഡ് മീഡിയ എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗൈഡഡ് മീഡിയയിൽ തന്നെ വരുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അൺഗൈഡഡ് മീഡിയയിൽ വരുന്നത് മൈക്രോവേവ്, റേഡിയോ വേവ് അതുപോലുള്ളതൊക്കെയാണ് അൺഗൈഡഡ് മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഈ കോയാക്സിയൽ കേബിളും ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിളും ഇതെല്ലാം ഗൈഡഡ് മീഡിയയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്തതാണ് മായ OS. ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ബോസ് ആണ്. അത് ലിനക്സിലാണ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ലിനക്സിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ ഏതാണ്? ബാർ OS ആണ്. ഫസ്റ്റ് വെബ് ബ്രൗസർ ആണെങ്കിൽ എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഇപ്പോൾ നിലവിലുള്ളത് വെച്ച് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ ആണ്. അത് US-ൻ്റെ ആണ്. ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാറോസ്. ഫസ്റ്റ് വെബ് ബ്രൗസർ എപ്പിക്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറാണ് പരം 8000. വേൾഡ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫ്രോണ്ടിയർ. അത് US-ൻ്റെ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് ഐരാവത്. അത് AI ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഇനി ആമസോൺ കിൻഡ്ലെ ഇബുക്ക്, ഇങ്ങനെയുള്ള ഇബുക്സ് ഒക്കെ വായിക്കാൻ വേണ്ടി സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ആമസോൺ കിൻഡ്ലെ തുടങ്ങിയ ഇബുക്സുകൾ വായിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതാണ്? ഇമെയിൽ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്. എന്താണ് വരുന്നത്? മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസറായിട്ട് വരുന്നത്. ഇമെയിൽ കണ്ടുപിടിച്ച റേ ടോമൽസൺ. ഫേസ്ബുക്ക് വരുന്നത് മെറ്റയുടെ അണ്ടറിലാണ് ഫേസ്ബുക്ക് വരുന്നത്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെറ്റയുടെ അണ്ടറിലല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, നമുക്ക് പുറകെ കാണാം. താഴെ പറയുന്നത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക്കാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ. CD, DVD ഇതെല്ലാം CDക്കകത്താണെങ്കിൽ എത്ര ഡേറ്റ സ്റ്റോർ ചെയ്യും? CDക്കകത്താണെങ്കിൽ 700 MB ഡേറ്റ ആണ് സ്റ്റോർ ചെയ്യുന്നത്. DVD ആണെങ്കിൽ 4.7 GB. ബ്ലൂറേ ഡിസ്ക് ആണെങ്കിൽ ഒരു 25 GB ഒക്കെയാണ് വരുന്നത്. ഇനി അടുത്തത്, ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. അത് ശരിയാണ്. പേപ്പർ ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ്. അതും ശരിയാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അത് തെറ്റാണ്. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കാം. ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ്. അതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, അത് കഴിയുമ്പോൾ വരുന്ന ഏതാ? ജിഗാബൈറ്റ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ബൈറ്റ് ഈക്വൽ ടു 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. 1 ബൈറ്റ് എത്രയാണ്? 1 ബൈറ്റ് ഈക്വൽ ടു 8 ബിറ്റാണ് 1 ബൈറ്റ്. 4 ബിറ്റിനെ പറയുന്നതാണ് 1 നിബിൾ. 4 ബിറ്റ് ആണെങ്കിൽ പറയുന്ന പേരാണ് 1 നിബിൾ.
മെഗാബൈറ്റ്, ജിഗാബൈറ്റ് അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിപ്പോകാം. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രൗസറാണ്. അത് മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസറാണ് എഡ്ജ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിൻ്റെ അല്ല. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, അതിൻ്റെ OS ആണ് ആപ്പിൾ. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ OS ആണ് ആപ്പിൾ. ഗൂഗിളിൻ്റെ OS ആണ് ആൻഡ്രോയിഡ്. അപ്പോൾ ഏതാണ് വരുന്നത്? 2 തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഏതൊക്കെ വരും? അപ്പോൾ ഏതൊക്കെ വരും? 1, 3, 4 ഇവ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ, വാൻ, മാൻ. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഇത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഏതാ? ക്യാനെന്ന് വരുമോ? ഇല്ല, അതിന് തെറ്റാണ്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് വരുന്നത്. പാൻ ഉണ്ട്, അതുകൊണ്ടെന്ന് ഓർത്ത് വെക്കുക. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാ? ടെലിഗ്രാം കണ്ടുപിടിച്ച ആരാന്നറിയോ? ടെലിഗ്രാം കണ്ടുപിടിച്ചത് പവൻ ഡുവലും നിക്കോളോ ഡുവലുമാണ്. പാവൽ ഡുറോവും നിക്കോളോ ഡിറോവുമാണ്. ടെലിഗ്രാം കണ്ടുപിടിച്ച ആരാണ്? പാവൽ ഡുറോവ്, നിക്കോളോ ഡിറോവ്. ഇനി അടുത്തത് ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഡീപ്പ് ഫേക്ക് എന്താണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇതെന്താണ്? ഫിഷിംഗ് ആണ്. ഏതാണ്? ഫിഷിംഗ് ആണ് വരുന്നത്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇതെന്താണ്? ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഫിഷിംഗ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഓർത്തിരിക്കണം. സ്മിഷിംഗ് ഉണ്ട്, വിഷിംഗ് ഉണ്ട്. അതായത് ഇതേ സെയിം കാര്യം തന്നെ നമ്മൾ വോയിസ് വെച്ചിട്ടാണ് അയക്കുന്നതെങ്കിൽ, ഫോൺ വിളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് വിഷിംഗ്. ഇപ്പം അതൊരു SMS അയച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് സ്മിഷിങ്. ഓക്കെ, അതായത് സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി, സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അത് ഫിഷിങ്. വോയിസ് കോൾ വഴിയാണെങ്കിൽ അത് വിഷിങ്. SMS വഴിയാണെങ്കിൽ സ്മിഷിങ്. ഓക്കെ, അടുത്തത് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൗട്ടറാണ്. റൗട്ടർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അഡ്രസ്സും നോക്കിയിട്ട്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ലെറ്റർ വരുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരുടെ പേരിൽ അഡ്രസ്സ് വെച്ചിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഇൻ്റർനെറ്റിൽ ഡേറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അയക്കുകയും സ്വീകരിക്കുകയും തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗട്ടറാണ് അതിൽ അഡ്രസ്സ് നോക്കി ആർക്കാണ് ചെല്ലേണ്ടത് എന്നുള്ളത് കറക്റ്റ് നോക്കി ആ നെറ്റ്വർക്കിലുള്ള കറക്റ്റ് ഡിവൈസിന് തന്നെ അയച്ചു കൊടുക്കുക എന്നുള്ള ജോലിയാണ് റൗട്ടറിനുള്ളത്. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സോഫ്റ്റ്വെയറോ ഒരു ഹാർഡ്വെയറോ ആണ്. ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറോ ഒരു ഹാർഡ്വെയറോ ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വൈറസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അരിച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം കടത്തിയിട്ട് ബാക്കിയുള്ളതിന് വെളിയിൽ വെച്ചിട്ട് സംരക്ഷിക്കുന്നതാണ് ഫയർവാൾ. ഒരു പ്രൊട്ടക്ഷൻ വോളായിട്ട് സംരക്ഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ആണ് ഫയർവാൾ എന്ന് പറയുന്നത്.
ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പം വേർഡ്, MS ഓഫീസ്, അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് മെയിൽ ഉണ്ടാക്കാൻ, നമുക്ക് വേർഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാനും, എക്സലിൽ കാൽക്കുലേഷൻസ് നടക്കാനും, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനും, അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനെ പറയുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കണമെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വഴിയെ ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതില്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ പറ്റത്തില്ല. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ആ ടാസ്ക് മാത്രം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി ഡാം ഒരു ഡാഷാണ്. ഡാം എന്താണ്? ഡാം ഒരു മാൽവെയർ ആണ്. ഇപ്പം നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. സൂപ്പർ കമ്പ്യൂട്ടറിന് നമ്മുടെ ഇന്ത്യയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളാണ് ഏതാണ്? ഐരാവത് എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. പിന്നീട് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് ഫ്രോണ്ടിയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000, CDC 600 ആയിരുന്നു വേൾഡിലത്. ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്, അത് ഇന്ത്യയുടെയാണ്. മൊബൈൽ OS എന്ന് പറയുന്നത് ബാർ OS ആണ്. ഫസ്റ്റ് ഇന്ത്യൻ മൊബൈൽ OS എന്ന് പറഞ്ഞാൽ ബാർ OS ആണ്. ഫസ്റ്റ് വെബ് ബ്രൗസർ എപ്പിക് ആണ്. ഇനി അടുത്താണ് യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികത വിദ്യയുടെ പേര് എന്ന് പറയുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിക്സ് പോലത്തെ സംഭവങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മെഷീനെ കൊണ്ട് ചെയ്യിക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് ഏകദേശം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ തന്നെയാണ്. വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമൊക്കെ കളിക്കത്തില്ലേ, എവിടെയെങ്കിലും മാളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു മിറർ തരും, അത് വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മളെന്താ, അത് നമുക്ക് ചുറ്റും വേറെന്തൊക്കെയോ നടക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു പുറത്തൊരു ലോകം സൃഷ്ടിക്കുന്നതിനെയാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫർണിച്ചറൊക്കെ വാങ്ങിക്കുവാണ്, ഓൺലൈനിൽ വാങ്ങിക്കുവാണെങ്കിൽ നമുക്കത് പ്ലേസ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുണ്ട് ഇല്ലേ. നമുക്ക് നമ്മളുടെ റൂമിൽ അത് വന്നാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു കണ്ണാടി വാങ്ങിക്കുക, ഒരു സ്പെക്സ് വാങ്ങിക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അത് കണ്ണിൽ വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുവാണെങ്കിൽ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയർ വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ റൂമിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരു അൽമാര വാങ്ങിക്കുവാണെങ്കിൽ അതെങ്ങനെ പ്ലേസ് ചെയ്യാം, അതൊക്കെ നമുക്കിങ്ങനെ നെറ്റിൽ തന്നെ എടുത്ത് നോക്കാൻ പറ്റത്തില്ല. അതാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.